നമസ്കാരം. ഇളയവരെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചാർജ് വർദ്ധിപ്പിക്കാനാകാതെ മുന്നോട്ടു പോകാനാവില്ല. റെഗുലേറ്ററി കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി കൊപ്പത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വൈദ്യുതി ഉൽപാദനം വളരെ കുറവാണ്. നമ്മുടെ വൈദ്യുതി ഉപയോഗത്തിന്റെ 70% പുറത്തുനിന്നും വാങ്ങുകയാണ്. ചിലവ് വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിരക്ക് വർധനവ് അനിവാര്യമാണ്. റെഗുലേറ്ററി കമ്മീഷനാണ് നിരക്ക് വർധനയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി സൂചിപ്പിച്ചു. കൊപ്പത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഈ സാഹചര്യത്തിൽ അതേ റെഗുലേറ്ററി കമ്മീഷനാണ് ഞങ്ങളുടെ കയ്യിലില്ല. അത് വരവും ചെലവുമാണ്. നമുക്ക് 30% ഇലക്ട്രിസിറ്റി ഉൽപ്പാദിക്കുള്ള 70% അറിയാം. ഈ കവറിൽ മേടിക്കുമ്പോൾ 10 രൂപ തൊട്ട് 15 രൂപ വരെ പകല് കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ അതെല്ലാം പരിശോധിച്ചിട്ട് നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ്. ഞങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേകിച്ച് ഞങ്ങൾ റെഗുലേറ്ററി കമ്മീഷനോട് അഭ്യർത്ഥിച്ചിട്ട് പകല് നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാക്കി കൊടുക്കാനുള്ള ദേശം രാത്രി കൂട്ടിയാലും പകൽ കമ്മിയാക്കി കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നതാണ്. സംസ്ഥാനത്തെ 97 കോളനികളിലേക്ക് ഇനിയും വൈദ്യുതി ലഭ്യമാക്കാനുണ്ട്. എല്ലാ വിഭാഗം ആളുകൾക്കും സൗജന്യ വൈദ്യുതി ഇപ്പോഴും തുടർന്നു വരുന്നു. കേന്ദ്ര സർക്കാർ ഈ രംഗത്ത് സ്വീകരിക്കുന്ന നിലപാടുകൾ വൈദ്യുതി ബോർഡ് പ്രതിസന്ധിയിലാക്കുകയാണെന്നും വൈദ്യുതി വർധനവിനെതിരെ പരാതി പറയുന്നവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റെഗുലേറ്ററി കമ്മീഷനാണ്, നമുക്കതിൽ അധികാരമൊന്നുമില്ല. റെഗുലേറ്ററി കമ്മീഷനാണ്. ഇപ്പോൾ നമുക്കുള്ള ഒരു ഇലക്ട്രിക് ചാർജ് വന്നപ്പോൾ ഇറക്കുമതി കൽക്കരി നിർബന്ധമായി ഉപയോഗിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് ഒരു ഓർഡർ. ഓസ്ട്രേലിയയിൽ പോയി അഡാനി കൽക്കരി കരി എടുത്തു. അത് ചിലവാകുന്നില്ല പറഞ്ഞപ്പോൾ 20% കൽക്കരി. ആ ചാർജ് നമ്മളുടെ അടുത്ത് റെഗുലേറ്ററി കമ്മീഷന്റെ അല്ല ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അടുത്തോ ഗവൺമെന്റിന്റെ അടുത്തോ ഒന്നും ചോദിക്കാണ്ട് തന്നെ ചാർജ് കൂട്ടാൻ 19 പൈസ കൂട്ടിയത് അങ്ങനെ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതൊന്നും ആരും നിങ്ങൾ ശബ്ദിക്കുന്നേയില്ല. KSEB കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് തുറന്നുകൊടുത്തു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈദ്യുതി നിരക്ക് കൂട്ടാൻ മാത്രമല്ല കുറയ്ക്കാനും സർക്കാരിനെ അറിയാമെന്നും വൈദ്യുതി ബോർഡിനെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. KSEB കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷനാണ് പുതിയ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. താളമേളങ്ങളുടെ അകമ്പടിയോടെയാണ് മന്ത്രിയെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വീകരിച്ചത്. കൊപ്പം പഞ്ചായത്തിലെ കൊഴിഞ്ഞിപ്പറമ്പ് പ്രദേശത്തെ 110 kV സബ്സ്റ്റേഷനോട് ചേർന്നാണ് KSEBയുടെ പുതിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്. KSEB രംഗത്ത് ഭൗതിക സൗകര്യങ്ങൾ വലിയ തോതിലാണ് സർക്കാർ ഒരുക്കി വരുന്നതെന്ന് തുടർന്ന് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി സൂചിപ്പിച്ചു. 27 ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളും 7 മിനി വൈദ്യുതി ഭവനുകളും ഇതിനകം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വൈദ്യുതി നിരക്ക് വർധനവ് ഇപ്പോൾ അനിവാര്യമായി വന്നിരിക്കുകയാണ്. നമുക്കാവശ്യമുള്ള വൈദ്യുതിയുടെ 70% പുറത്തുനിന്നുമാണ് വാങ്ങുന്നത്. വൈദ്യുതി ഉൽപ്പാദനത്തിന് പുതിയ പദ്ധതികൾ ആരംഭിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനെ വിലങ്ങുതടിയെ നിൽക്കുന്നതെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ തീർത്തും ജനവിരുദ്ധമായ നിർദ്ദേശങ്ങൾ കാരണം വൈദ്യുതി നിരക്ക് ചെറിയ തോതിൽ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുന്നു. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പോലും നോക്കുകുത്തിയായിക്കൊണ്ട് വൈദ്യുതി സർചാർജുകൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവന്നു. കൽക്കരി തെറ്റാൽ ഓസ്ട്രേലിയയിൽ പോയി കൽക്കരി അരി എടുത്തു. കൽക്കരി അരി എടുത്ത് അതുകൂടെ ചിലവാകുന്നില്ല. എന്താ വെച്ചാൽ അതിനേക്കാളും ചീപ്പായിട്ട് നമ്മുടെ കൽക്കരി അരികളിൽ നിന്ന് കിട്ടും. അപ്പം തന്നെ ഒരു തീരുമാനം എടുത്തു 20% ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കും കേന്ദ്ര ഗവൺമെന്റ്. അത് നമ്മുടെ വില കൂടാൻ കാരണമായി. അത് ആരും പറയുന്നേ ഇല്ല. നമ്മളിവിടെ ഒരു റുപ്യ ഒരു പൈസ വർദ്ധിപ്പിച്ചാൽ അത് വലിയ ചർച്ചയാകും. ഈ കൽക്കരി അരി ഇറക്കുമതി ചെയ്തിട്ട് അത് 20% ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കണമെന്നൊരു ഓർഡർ ഇട്ടപ്പോൾ അതിന്റെ ഫലമായിട്ട് ഇതിനെക്കുറിച്ച് ആരും ചർച്ചയേയില്ല. വൈദ്യുതി ബോർഡിനെയും സ്വകാര്യവൽക്കരിക്കുവാനുള്ള നയങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. നിലവിൽ പൊതുമേഖലാ രംഗത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് വലിയ തോതിൽ സൗജന്യ വൈദ്യുതി നൽകുവാൻ ഇന്ന് കഴിയുന്നത്. ഇത് ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. നിലവിൽ വൈദ്യുതി വർധനവ് അനിവാര്യമാണെങ്കിലും ഉൽപാദനം കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി കുറയ്ക്കുവാനും സർക്കാരിന് അറിയാമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഉൽപാദനവും വിതരണവും നടത്താനുള്ള പുതിയ നിയമം വരാൻ പോവുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ അവർ നിലനിൽപ്പിൻ്റെ തന്നെ അപകടത്തിലാണ്. ആ ഇലക്ട്രിസിറ്റി ബോർഡ് പോയാലേ പിന്നെ അതിൻ്റെ വില എന്താണെന്ന് അറിയാമോ? കാരണം പിന്നെ അവർ തോന്നിയ പോലെ വില കയറ്റി വിൽക്കാനും ഈ നഷ്ടം വന്ന ലാഭമൊക്കെ അവരെടുക്കാനും ശ്രമിക്കും. അതുകൊണ്ട്
ഈ ഇലക്ട്രിസിറ്റി ബോർഡിന് നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ക്രോസ് സബ്സിഡി കൊടുക്കുന്നു, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഫ്രീ കണക്ഷൻ കൊടുക്കുന്നു, 50 യൂണിറ്റ് വരെയുള്ളവർക്ക് ഫ്രീ കൊടുക്കുന്നു, 200 യൂണിറ്റുകൾക്ക് വളരെ ചുരുങ്ങിയ ചാർജുള്ളൂ, അതിനപ്പുറത്താണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. അതൊക്കെ തന്നെ ഇല്ലാതെയാകും. അവർ അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾക്ക് മാത്രം ഇലക്ട്രിസിറ്റി വിതരണം നടത്തി അവർ ഒതുങ്ങുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് നിലനിൽക്കേണ്ട ആവശ്യം കൃഷിക്കാർക്കാണ്. മുഹമ്മദ് മോഹസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KCB ലിമിറ്റഡ് സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കേറ്റ് V മുരുകദാസ്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V രമണി, KCB ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ സജി പൗലോസ്, ചീഫ് എഞ്ചിനീയർ KS റിജിനി, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മായ തമ്പാൻ, ജില്ലാ പഞ്ചായത്ത് അംഗം A സാബിറ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞ് സരീനൊപ്പം ചേർന്ന യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് AK ഷാനിബ് DYFIയിൽ ചേരും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഷാഫി പറമ്പിൽ എന്നിവരുടെ പ്രവർത്തന ശൈലിയെ വിമർശിച്ചായിരുന്നു ഷാനിബ് യൂത്ത് കോൺഗ്രസ് വിട്ടത്. കോൺഗ്രസിൽ തന്നെ തുടരുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് എന്നും എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷമോ അതിന്റെ ഫലപ്രഖ്യാപനത്തിനു ശേഷവും പാർട്ടി ഒരു തിരുത്തലിനോ കൂടിയാലോചനയ്ക്കോ തയ്യാറാകുന്നില്ലെന്നാണ് മനസ്സിലാകുന്നതെന്നും ഷാനിബ് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിലെ വിജയത്തോടെ ഉന്നയിച്ച പരാതികളൊക്കെ അസ്ഥാനത്താണ് എന്ന നിലയിലുള്ള കണ്ടെത്തലിലേക്കാണ് കോൺഗ്രസ് പാർട്ടി എത്തുന്നത്. അതുകൊണ്ടുതന്നെ പാർട്ടിയുമായി യോജിച്ചു പോകാൻ ഒരു കോൺഗ്രസുകാരൻ എന്ന നിലയിൽ മതേതര കേരളത്തോട് കാണിക്കുന്ന അനീതിയാണെന്ന് താൻ തിരിച്ചറിയുന്നുവെന്നും ഷാനിബ് പറഞ്ഞു. CCTV ന്യൂസ് തൃത്താല. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിൽ നിന്നും സമാഹരിച്ച തുക ഉപയോഗിച്ച് വീൽചെയർ വാങ്ങി നൽകി വിദ്യാർത്ഥികളുടെ മാതൃക. സഹചാരി പാലിയേറ്റീവ് യൂണിറ്റിനാണ് വീൽചെയർ നൽകിയത്. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമും സൗഹൃദ ക്ലബും നടത്തിയ ഫുഡ് ഫെസ്റ്റിൽ നിന്ന് സമാഹരിച്ച തുകയിൽ നിന്നാണ് സഹചാരി പാലിയേറ്റീവ് യൂണിറ്റിലേക്ക് വീൽചെയർ നൽകിയത്. സ്കൂൾ അസംബ്ലിയിൽ വെച്ച് വീൽചെയർ പാലിയേറ്റീവ് പ്രതിനിധികൾക്ക് കൈമാറി. സ്കൂൾ മാനേജർ VN പ്രസാദ്, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാംതടം, PTA വൈസ് പ്രസിഡന്റ് റാസി, വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ്, സഹചാരി പാലിയേറ്റീവ് പ്രതിനിധി മുസ്തഫ ഫൈസി, NSS പ്രോഗ്രാം ഓഫീസർ ബിന്ദു, സൗഹൃദ കോർഡിനേറ്റർ റഷീദ്, സജിന, സുധ, രമേശ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു ശ്രമം ഉണ്ടായില്ല. അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാം ഭംഗിയായി ചെയ്തത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ തൊഴിൽ തേടി പോകുന്നവരെല്ലാം തൊഴിൽ കൊടുക്കുന്നവരായി മാറുന്ന സംസ്കാരത്തിലേക്ക് എത്തുകയാണ്. അത് വലിയൊരു ഉപകരണമായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അത് വലിയൊരു കാരുണ്യ പ്രവർത്തനം, നല്ലൊരു പൈസ, സംഗീതമല്ലാത്തൊരു പൈസ കൊണ്ട് ഉപയോഗിച്ചത് ഇത് ഒരുപാട് പേർക്ക് ഉപകാരമാവുമെന്ന് കരുതുന്നു. ആ നന്മയുടെ ആ ഉറവ ഒരുപാട് കാലം ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. ഈ പരിപാടിക്ക് വിശിഷ്ട വ്യക്തികളായി എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ പ്രസാദ്, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാതർ അവർക്ക്, വൈസ് പ്രസിഡന്റ് MK അബ്ദുൾ റാസി അവർക്ക്, വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ്, നമ്മുടെ ഇന്നത്തെ ഇൻചാർജ് സുധ ടീച്ചർ, NSS ടീം അംഗങ്ങളായിട്ടുള്ള ബിന്ദു ടീച്ചർ, ജോർജ് ടീച്ചർ, ധന്യ ടീച്ചർ, ഈ പരിപാടിക്ക് എല്ലാ പരിപാടിക്കും ഈ സ്കൂളില് വളരെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സഹന ടീച്ചർ, അതുപോലെ പ്രവർത്തന സ്ഥാപന റഷീദ് മാസ്റ്റർ, മറ്റ് സഹപ്രവർത്തകർ, എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ ഈ പരിപാടിക്ക് ഏറ്റുവാങ്ങാനെത്തിയ സഹകാരി. കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം 2007 കാപ്പ വകുപ്പ് 15 പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊട്ടാരത്തിൽ വീട്ടിൽ ഷെഫീഖിനെ അറസ്റ്റ് ചെയ്തു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി VR ആനന്ദ് IPSന്റെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ്. പട്ടാമ്പി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി കോടതി നിർദ്ദേശപ്രകാരം ഒറ്റപ്പാലം ജയിലിൽ റിമാൻഡിൽ വിട്ടു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ R കുമാർ, സബ് ഇൻസ്പെക്ടർ S ശ്രീലാൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ്, സിവിൽ പോലീസ് ഓഫീസർ മഹേഷ്, സബീഷ് എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചത്. 2024 ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തിരുമിറ്റക്കോട് ഭഗവതി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള റോഡിൽ വെച്ച് കുറ്റകരമായ നരഹത്യാശ്രമം നടത്തിയതിന് കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് 2024 ഏപ്രിൽ മാസത്തിൽ കാപ്പ 15 പ്രകാരം പാലക്കാട് റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും 1 വർഷത്തേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലും തൃത്താല എക്സൈസ് റേഞ്ചിലും കുന്നംകുളം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെയും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ.
യാതൊരുവിധ അധികാരപത്രമോ രേഖയോ ഇല്ലാതെ മയക്കുമരുന്നിനത്തിൽപ്പെട്ട നിരോധിത സിന്തറ്റിക് ലഹരി വസ്തുവായ MDMA, മെത്താഫിറ്റമിൻ എന്നിവ വിതരണത്തിനായി കൈവശം വയ്ക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനാണ് ഷെഫീഖിനെതിരെ കാപ്പ ചുമത്തിയത്. CCTV ന്യൂസ് തൃത്താല. ചെറുതുരുത്തി പഴയ കലാമണ്ഡലത്തിന് സമീപം പ്രവർത്തിക്കുന്ന നീള ബോട്ട് ക്ലബിന്റെ കഥകളി പ്രതിമ അനാച്ഛാദനവും കയാക്കിംഗ് ക്ലബ് വഞ്ചിയുടെ ഉദ്ഘാടനവും ശനിയാഴ്ച വൈകിട്ട് 4:30 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കഥകളി പ്രതിമയുടെ അനാച്ഛാദനം ആലത്തൂർ MP K. രാധാകൃഷ്ണൻ നിർവഹിക്കും. പുതിയ കയാക്കിംഗ് ബോട്ടിന്റെയും സവാരിക്കായുള്ള വഞ്ചിയുടെയും ഉദ്ഘാടനം ചേലക്കര MLA UR പ്രദീപ് നിർവഹിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മാനസിക ഉല്ലാസത്തിനും ആനന്ദത്തിനും വിനോദത്തിനും വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളുടെയും സുരക്ഷയോടും കൂടിയാണ് നീള ബോട്ട് ക്ലബിന്റെ സജ്ജീകരണം. ഇതുകൂടാതെ വൈകിട്ട് വിവിധ കലാസാംസ്കാരിക പരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് PK ഗോപാലൻ, സെക്രട്ടറി P. ശിവശങ്കർ, ആനന്ദ് ദേശമംഗലം, മോഹനൻ പാഞ്ഞാൾ എന്നിവർ അറിയിച്ചു. നമ്മുടെ ഈ കഥകളിയുടെ ഒരു പ്രതിമ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ആലത്തൂർ നിയോജകമണ്ഡലം MP K. രാധാകൃഷ്ണൻ അവர்களാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ചേലക്കര MLA ശ്രീ UR പ്രദീപ് നമ്മുടെ കയാക്കിംഗ് ക്ലബുണ്ട്. കയാക്കിൻ്റെ പുതിയ 4-5 കയാക്ക് വന്നിട്ടുണ്ട്. കോട്ടണ്ണക്കത്തൊരു കയാക്കിൻ്റെ ക്ലബുണ്ട്. ആ ക്ലബിൻ്റെ ഉദ്ഘാടനവും നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ UR പ്രദീപ് നിർവഹിക്കും. ഒപ്പം തന്നെ നമ്മുടെ കലാമണ്ഡലത്തിൽ നിന്ന് കലാമണ്ഡല ഹൈമാവതി ടീച്ചർ അത് റിപ്പോർട്ട് നമുക്കറിയാം. അപ്പോൾ അവരും ഈ പരിപാടികൾ വിശ്വസതയെ പങ്കെടുക്കുന്നുണ്ട്. ഉള്ള പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ജനങ്ങളുടെയും അതുപോലെ എല്ലാവരുടെയും നല്ല സഹകരണങ്ങളുണ്ട്. അപ്പോൾ പലർക്കും ഇതൊരു ആദ്യത്തെ സംരംഭമായിട്ട് ആണ് അനുഭവപ്പെട്ടതെന്ന് അവർ പറയുന്നുണ്ടായിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നല്ലൊരു ഊർജ്ജം നൽകുന്ന ഒരു സംഭവം കൂടിയാണ്. ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കൂടി ഇത് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ തുടങ്ങിയത് ബോട്ടിംഗ് ആണ്, പെഡൽ ബോട്ടിങ്. അതിനുശേഷം നമ്മളിപ്പോൾ വഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി പുതിയതായിട്ട് നാളെ മുതൽ കയാക്കിംഗ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കയാക്കിങ്ങും നമുക്ക് ഇതോട് കൂടിയിട്ട് ആരംഭിക്കാൻ പറ്റും. അതേപോലെ കുട്ടികൾക്കുള്ള പാർക്കിൽ പുതിയ ഐറ്റങ്ങൾ വന്നിട്ടുണ്ട്. കേരള സാംസ്കാരിക വകുപ്പ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പഞ്ചവാദ്യം തിമില കലാകാരന്മാരുടെ അരങ്ങേറ്റം ഉദ്ഘാടന പരിപാടി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. JBDO റഹീന MA സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ KB ബബിത, ബ്ലോക്ക് പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് ശ്രീദേവി S, വജ്ര ജൂബിലി ഫെലോഷിപ്പ് അംഗം കലാമണ്ഡലം സുഭാഷ് TM, ബ്ലോക്ക് പഞ്ചായത്ത് GEO ദീപക് CR എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വജ്ര ജൂബിലി അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, CDP, ക്ഷീരവികസന വകുപ്പ് എന്നീ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. വജ്ര ജൂബിലി ഫെലോഷിപ്പ് അംഗമായ നിഖിൽ R. ഉണ്ണി ചടങ്ങിന് നന്ദി പറഞ്ഞു. തുടർന്ന് വജ്ര ജൂബിലി അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. CCTV ന്യൂസ് തളി. മലബാർ പഴനി എന്ന് പ്രസിദ്ധമായ ഇട്ടോണം ശ്രീ പിണ്ടലിക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഡിസംബർ 7 ശനിയാഴ്ച ഷഷ്ടി മഹോത്സവം ആഘോഷിക്കും. മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, സത്സംഗമം, ധ്യാനം, അന്നദാനം, വൈകിട്ട് ഷഷ്ടി ആഘോഷ സമിതിയുടെ കലാപരിപാടികൾ എന്നിവയുണ്ടാകും. അന്നദാനത്തിലും മലകയറ്റത്തിലും നൂറുകണക്കിന് ഭക്തർ പങ്കെടുക്കും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.